കെ എസ് ശബരിനാഥിനെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡിൽ ഇറക്കി പരിഹസിച്ചു എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ BJP നേതാക്കൾക്കും ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുന്നേറ്റം വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അവരാദ്യം പറഞ്ഞത് 15 വാർഡുകളൊക്കെ കിട്ടുമായിരിക്കാം എന്ന രീതിയിൽ നിന്നും മാറി 20, 22 എന്നൊക്കെ പറഞ്ഞ് ആ ടാലി വർദ്ധിക്കുന്ന സാഹചര്യമാണ്. അതായത് കോൺഗ്രസ് നേതൃത്വത്തിന് വിജയിച്ചു കയറാൻ കഴിയുന്ന 20ഓളം വാർഡുകൾ ഉറപ്പായും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ചും വർഷങ്ങളായി കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ കീഴിലായി ഉള്ളത്. ഇത് കൃത്യമായി ശബരിനാഥ് മാധ്യമങ്ങളോട് പറയുകയാണ്. നമുക്കറിയാം, അദ്ദേഹം അരുവിക്കര മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 5000-ഓളം വോട്ടിന് അഡ്വക്കേറ്റ് ജി സ്റ്റീഫനോട് പരാജയപ്പെട്ടിരുന്നു. വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ പിതാവായ ജി കാർത്തികേയൻ പഴയ ആര്യനാട് മണ്ഡലം, പിന്നീട് രൂപമാറ്റം വന്ന് അരുവിക്കര മണ്ഡലമായപ്പോഴും ജി കാർത്തികേയൻ മരിക്കുമ്പോഴും അദ്ദേഹം ആ മണ്ഡലത്തെ പ്രതികരിച്ചിരുന്നു. 1991 മുതൽ തുടർച്ചയായി തന്നെയാണ് ആ മണ്ഡലത്തെ അദ്ദേഹത്തിൻ്റെ മരണം വരെയും പ്രതികരിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ശബരിനാഥൻ 2016 21,314 വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷം നേടിയിൽ നിന്നും പിന്നീട് പരാജയം സമ്മതിക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ജാഗ്രത കുറവ് അത് എല്ലാ രീതിയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം ആ കാര്യങ്ങളിൽ നിന്നും തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ശൈലി, ഒരു പ്രവർത്തനമാണ്. എല്ലാവരും എല്ലാ കാലത്തും ജയിക്കണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല, രാഷ്ട്രീയമാണ്. പക്ഷേ ശബരിനാഥൻ കവടിയാറിൽ മത്സരിക്കുന്നത് കേവലം ഒരു വിജയത്തിന് വേണ്ടിയല്ല, അതൊരു സന്ദേശത്തിന് കൂടിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അട്ടിപതറുകയാണ് കൃത്യമായും തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത്, പ്രത്യേകിച്ച് കോർപ്പറേഷനകത്തുള്ള മറ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളാണ് കൂടുതൽ അവർ കൊട്ടിഘോഷിക്കുന്നത്. ഇതൊക്കെ BJPയെ സഹായിക്കാൻ വേണ്ടിയുള്ള ഗിമിക്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഏതർത്ഥത്തിലാണ്? ശബരിനാഥൻ്റെ ഒരു മേൽക്കൊയ്മയിൽ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ കൂടിയാൽ BJPക്കല്ലേ കുറയുന്നത്? ഈ രീതിയല്ലായിരുന്നോ പണ്ട് മുതലേ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ എന്താണ് ഇടതുപക്ഷത്തിന് കൂടുതൽ ഭയം? തന്നെക്കുറിച്ച് മുട്ടടയിലെ സ്ഥാനാർത്ഥിയായ വൈഷ്ണവ് സുരേഷിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്നു, നിരവധിയായ ആളുകൾക്കെതിരെ കല്ലുവെച്ച നുണകൾ പ്രചരിക്കുന്നു. ഇതെന്താണ്? അതിനെക്കുറിച്ചാണ് ശബരിനാഥൻ പറയുന്നത്. ഇതൊരു റിവേഴ്സ് സൈക്കോളജി മെത്തേഡാണ് എന്നുള്ളതാണ്. കൃത്യമായി അദ്ദേഹം പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട സീറ്റുകൾ, കഴക്കൂട്ടമായിരുന്നാലും നിയമമായിരുന്നാലും വട്ടിയൂർക്കാവായിരുന്നാലും തിരുവനന്തപുരം സെൻട്രലായിരുന്നാലും ഇവിടെ എല്ലാം കോൺഗ്രസിൻ്റെ സാഹചര്യം ശരാശരിയിലും താഴെ മോശമാകുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ തവണ തിരുവനന്തപുരം സെൻട്രലിൽ ഒഴിച്ച് ബാക്കി 3 മണ്ഡലങ്ങളിലും കോർപ്പറേഷനകത്തെ കഴക്കൂട്ടവും വട്ടിയൂർക്കാവും നേമത്തും കോൺഗ്രസ് 3ാം സ്ഥാനത്താണ് പോയത്. അവിടെ നിന്നും 1ാം സ്ഥാനത്തേക്ക്, അതല്ലെങ്കിൽ പോരാട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല എന്ന് മനസ്സിലാക്കുന്നു. അതിന് നേതൃപാഠവും വേണം. പാലോട് രവിയെപ്പോലെ മണ്ടത്തരങ്ങൾ മാത്രം കാണിച്ചു കൂട്ടിയ ഒരു DCC അധ്യക്ഷൻ ഇരിക്കുമ്പോൾ കോൺഗ്രസിന് അത്തരത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. കെ മുരളീധരൻ വട്ടിയൂർക്കാവ് മാറി ഇടയ്ക്ക് മലബാറിലേക്ക് ചേക്കേറിയത് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ നഷ്ടമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ആ സ്പേസ് ഇടതുപക്ഷം കൃത്യമായി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതും അവിടെ എടുത്തു പറയേണ്ടതാണ്. അതെല്ലാം കൊണ്ട് തന്നെയാണ് ശബരിനാഥനെ ഇത്തവണ കൃത്യമായി ആ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിന് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹത്തിന് കാൻഡിഡേച്ചർ ആക്കി വിട്ടിരിക്കുന്നത്.